ഒരു ഗുരുവിൻ്റെ ഏറ്റവും വലിയ നേട്ടം പുതിയ ചിന്താധാരകൾ ഉണ്ടാക്കില്ല. തന്നേക്കാൾ ശക്തനായ ഒരു ശിഷ്യൻ അദ്ദേഹത്തിനുണ്ടാവും. ആ ശിഷ്യനില്ലെങ്കിൽ ഈ ഗുരുവിൻ്റെ ജീവിതം തന്നെ ധന്യമാണ്. ഞാനൊരു പലയിടത്തും കണ്ടിട്ടില്ല. ഇപ്പം എൻ്റെ അങ്കിള് വലിയ ശങ്കര വേദാന്തത്തിൻ്റെ ആരാധകനായിരുന്നു. നെറ്റിയുടെയും മറ്റും ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് അദ്ദേഹം. ഒരു ആശ്രമം കെട്ടിപ്പടുത്തു യൂറോപ്പിൽ. ആ യൂറോപ്യൻ ആശ്രമം ഒരുപക്ഷെ ഇന്ത്യൻ കൾച്ചറിൻ്റെ യോഗ, വേദാന്ത, ഇതിൻ്റെ എല്ലാം ആയുർവേദ, ഇതിൻ്റെ എല്ലാം പ്രചാരണ കേന്ദ്രമായിരുന്നു. 10-20 കൊല്ലം അത് നിൽക്കാൻ കഴിഞ്ഞു. ഞാനവിടെ എൻ്റെ ഗവേഷണത്തിന് താമസിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോകുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അതെല്ലാം വിട്ട് പണം സ്വന്തമാക്കി പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങൾ ജർമ്മനിയിലും ഫ്രഞ്ചിലും ലഭിക്കുന്നതാണ്. പക്ഷെ അദ്ദേഹം ഉൾക്കൊണ്ട ശങ്കര വേദാന്തത്തിൻ്റെ മഠാധിപതികൾ നമുക്കല്ല, അവരൊന്നും വേദാന്തം കൊണ്ട് നന്നായിരുന്നു. ആ സത്ത മുഴുവൻ റമരാജിയെ വേദാന്തത്തിനറിയാം. അപ്പൊ അതുപോലുള്ള ഒരു പശ്ചാത്തലത്തിൽ വളർന്ന ഗുരുവിന് ഒരു നല്ല ശിഷ്യനെ കിട്ടാൻ പോയില്ല. തേർഡ് റേറ്റ് ശിഷ്യന്മാർ പറഞ്ഞു. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ജ്ഞാനം എന്നത് പറയുന്നത് ഇൻഡിഫറൻ്റായിട്ട് വരേണ്ടതാണ്. നമ്മളാനന്ദ സ്വാമി അദ്ദേഹത്തിൻ്റെ നിലയിൽ ജിയോസാഹിബും ഇതെല്ലാം പടർത്തി പ്രചരിപ്പിക്കും. പക്ഷെ അദ്ദേഹത്തിന് അവിടെ തന്നെ തെറ്റുകളിൽ അദ്ദേഹത്തിന് പിന്തുടരുവാനുള്ള ശിഷ്യന്മാരെ കിട്ടിയില്ല.